സിനിമ കാണാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്ത് പോണ ടീംസ്. എന്താ അല്ലേ എന്തൊരവസ്ഥയാണ്. നമ്മുടെ ടേസ്റ്റ് തിയേറ്ററിൽ പോയിരുന്നു. സിനിമ കാണാൻ പോവാം. തുടരും സിനിമ തിയേറ്റർ സിനിമാക്സ്. ഇവിടെയാണ് സിനിമ കാണാൻ വന്നേക്കണേ. എന്താ അല്ലേ ഇതാണ് ബാനോഫ്. നല്ല വലിയ ബാനോഫാ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ കാണുന്നതാണ് തിയേറ്റർ. അതായത് പടം കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇറങ്ങി ഓടാം. അതൊരു മോളാണ്. ഗായ്സ് റോസിന് തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇത്രയ്ക്ക് അടിപൊളി ക്ലൈമറ്റിൽ റോസിന് തണുക്കുന്നു. തിയേറ്ററിൽ ഞങ്ങൾ കയറുകയാണ് ഗൈസ്. ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്. നമുക്ക് വെറുതെ നിന്ന് കൊടുത്താൽ മതി. പക്ഷേ പെട്ടെന്ന് ഓടിക്കയറണമെങ്കിൽ പറ്റൂല. ഷോ തുടങ്ങിയെന്ന് വെച്ചിട്ട് ഓടിക്കയറാൻ പറ്റില്ല. തുടരുമയിൽ കാണിക്കുന്നില്ല. റോസിനെ ഞാൻ പറ്റിച്ച്. ദുബായിൽ എന്താ കാണിച്ച്? കൊമൻ കാണാൻ പോയതല്ലേ. ഇതാണ് ഗൈസ് നമ്മുടെ 5-ാം നമ്പർ തിയേറ്റർ. ഇവിടെയാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. നമസ്കാരം. Auf unserer Recliner. Vielleicht schon in Liegeposition. ചേച്ചി കരഞ്ഞിരുന്നിട്ട് എന്തിനിങ്ങനെ കരയാൻ പാടുണ്ടോ? മാർക്കൊക്കെ കൊണ്ട് ചിരിച്ച ആളാണ്. തിരിച്ചു കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. നല്ല പടമാണ്. ചേച്ചി ഇരുന്ന് കരഞ്ഞു. ചേച്ചി വേണ്ട മുഖം കയറിപ്പോയ ആളല്ലല്ലോ. തിരിച്ചു വന്നപ്പോൾ കണ്ണട ഒരു വെച്ചാൽ അതുകൊണ്ടാ പാവം. ഗൈസ് പടം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറി. ഇത് സാധനമാണ്. ബാബയ്ക്ക് പെട്ടെന്ന് പൊട്ടണ ബബിളാണ്. മാഗ്ഡംബർഗിലെ ഒരു മാളിലെ ഉൾഭാഗമാണ്. നമ്മുടെ മാളിൻ്റെ അത്ര എത്തില്ലെങ്കിലും ഭംഗിയുള്ള മാളാണ്. നാട്ടിൽ പോകുമ്പോൾ തണ്ട് പൊട്ടിച്ചോണ്ട് പോവാം. നമ്മളെ ജർമ്മനിയിലെ എല്ലാ മുക്ക് മൂലയും കാണിച്ചു കൊടുക്കാൻ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ മുക്കിലേക്ക് മൂലയിലേക്ക് വന്നേക്കാം. പരാതി പറയരുത്. ഇല്ല അറിയില്ല. അതാണ് എൻ്റെ ലക്ഷ്യം. ആരും അറിയരുത്. അപ്പുറത്തെ സ്ട്രീറ്റിലേക്ക് എത്തി. ഇവിടെ ഫുൾ കമ്പികൾ. അതായത് ഇവര് മറ്റേ പാത്ത വിലയ്ക്ക് കുറെ കമ്പികൾ എടുത്ത് അവിടെ കുത്തി വെക്കുന്ന പരിപാടി. ഇവിടെ കിടക്കണം. പക്ഷെ സിഗ്നലാണ്. കടക്ക് ക്ഷാമില്ലല്ലോ. അതെ രണ്ടും പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഗ്രാഫിറ്റി. യെസ് ആ പള്ളിക്ക് തന്നെ മാഗ്ഡംബർഗ് തിയേറ്ററിൽ. ഇതെവിടെയായി ആ ബിൽഡിങ് ഞാൻ നോക്കി വയ്ക്കാൻ പറഞ്ഞത്. അല്ല ഇതൊരു പ്രത്യേക തരം ബിൽഡിങ് ഞാൻ കാണിച്ചു തരാം. മധുരം ആൾക്കാർ പറഞ്ഞെങ്കിൽ ക്ലോക്കൊക്കെ ഉണ്ട്. കുട്ടിയെ കുളിപ്പിക്കാൻ അമ്മ. ഫൗണ്ടൻ വെള്ളം എടുക്കാൻ പോയതേ. കുളത്തിന് വെള്ളം എടുക്കാൻ പോയിട്ടാണ്. അവരുടെ മുഖം നോക്കിയ പേടിയാണ്. ബാറ
കളറാണ് അടിച്ച് മൂക്ക് വരുന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ബിൽഡിങ്. കൊള്ളാല്ലേ? ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കാട്, അതാണ് കോൺസെപ്റ്റ്. അവർക്കും ആഘോഷിക്കണ്ടേ, വീക്കെൻഡ് അല്ലേ? Candy. Different types of candy. Rose. ബെഡ്റൂം ആണെങ്കിൽ ഇങ്ങനെ പണിയാണ്. ലാക്ക് ജസ്റ്റ് ഹോം അമ്മമ്മയുടെ കടയാണ്. നല്ല കട കേട്ടോ, എനിക്കിഷ്ടമായി. ഗായ്സ്, ഞങ്ങളങ്ങനെ ഈ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. കളർഫുള്ളാണ്, ഫുൾ കളർഫുൾ. പില്ലറുകളൊക്കെ ഉണ്ടല്ലേ, ഫുൾ ടൈൽസ് സെറ്റപ്പാണ്. ചെറിയൊരു ഫൗണ്ടൈനൊക്കെ ഉണ്ട്, പണ്ടത്തെ ഫൗണ്ടൈനാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ട്രീ പണിതേക്കാം. ആ ട്രീ വെച്ചാൽ നോക്കിയാൽ മറ്റേ ഫ്ലോറിൻ്റെ മുകളിൽ അവിടെ ഉണ്ട് ഒരു ട്രീ ഹൗസ് തന്നെ അല്ലേ. ടിക്കറ്റ് ഉണ്ട്. റോസുവിൻ്റെ പിന്നാലെ പോകുവിൻ. റോസ് നമ്മളെ വഴി കാട്ടിയിരിക്കുന്നു. ക്ലിക്കൂഡ്സ്, ഇഷ്ടം പോലെ ക്ലിക്കൂഡ്സ്. പിന്നെ കിളി അവിടെ വന്നിട്ട് മറ്റേ ഫ്ലാറ്റ് ആയിരുന്നു, അപ്പാർട്ട്മെൻ്റാണ്. കുറേ ഉണ്ടല്ലോ. ഇതാണ് ആ ബിൽഡിങ്ങിൻ്റെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ. ഒരു മുകളിലും ഗ്രീനിഷ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. പോയ സ്ഥലങ്ങളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ പിന്നെ സൂര്യൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഒരു ട്രെൻഡാക്കി മാറ്റി ഞാനല്ല, ഈ ഗഡി. അതെ അതെ അതെ, ഞാൻ പറയുകയാണെങ്കിൽ അങ്ങോട്ട് പോണേൻ്റെ മറ്റേ റെയിൽവേ ടിക്കറ്റും ബസ് ടിക്കറ്റും എടുത്ത് വെച്ചാൽ മതി. അതാകുമ്പോൾ കറക്റ്റ് അത് വേണമെങ്കിൽ ഫ്രെയിം ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ പോയ സ്ഥലങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. മാഗ്ഡംബർഗ് സുവനീർ ഇദ്ദേഹം വാങ്ങിച്ചാണ് ഗൈസ്. നമ്മൾ പോകുന്നതാണ് മാഗ്ഡംബർഗ് കത്തീഡ്രൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലെ ആദ്യത്തെ ഗോത്തിക് സ്റ്റൈൽ കത്തീഡ്രലാണ് മാഗ്ഡംബർഗ് കത്തീഡ്രൽ. ഇതാണ് സംഭവം. അത് കഴിഞ്ഞില്ലേ ബബിൾ ടീ കളയി. അതെ, എന്തേലും കയ്യിൽ പിടിക്കാൻ വേണ്ടേന്നല്ലേ? പിടിച്ചാൽ എൻ്റെ കയ്യിലുണ്ടല്ലേ, ഫോണുണ്ട്. എന്തായാലും ബബിൾ ടീ ഉണ്ടായിക്കോട്ടെ. ഗായ്സ്, നമ്മളങ്ങനെ ഈ പത്ലയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അതെ, ഈ പള്ളിയില്ലേ, പള്ളിക്കുന്ന് പള്ളിയുടെ അത്ര പോരാ, പക്ഷെ തൊയ്യക്കാവിനേക്കാളും വലുതുണ്ട്. തൊയ്യക്കാവ് പള്ളീനേക്കാളും വലുതാ. അതെ അതെ, പക്ഷെ പള്ളിക്കുന്ന് പള്ളിയുടെ അത്ര ഇപ്പം ഇല്ല. പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് ബബിൾ ടീ കുടിക്കുന്ന നമ്മുടെ റോസ്. കുടിച്ചു ജോസ് കുടി. പണികളൊക്കെ ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കാം. ഓരോ പണികൾക്കും പേരുണ്ട് ഗൈസ്. ഡൊമിനിക്ക, കാൻറ്റ്, മൂസ്, മണിയുടെ പേര്. ഇതാണ് ഈ പള്ളിയുടെ ആൾത്താര. ഈ പള്ളിയുടെ നാമധേയ ആൾക്കാർ ഖത്തറിനെയും മൗറീഷ്യസും. മറ്റേ പ്രസംഗിക്കണ സ്ഥലമാണ്. മാർബിളായിരിക്കും. മാർബിള വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ശില്പം പോലെ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് ഈ സാധനം. ആദം ഹവയും ഗൈസ്. മുകളിൽ പാമ്പ് ആപ്പിൾ കൊടുക്കുന്നു. ഇത് ദൈവം വന്നിട്ട് ആദത്തിനെ ഹവേനെ വിളിക്കണം. ഖത്തറീന ഗൈസ്. ആ സാധനമാണ് പിയാനോൻ്റെ സൗണ്ട് കൊടുക്കുന്ന സാധനം. പിയാനോ
ചെറുതാണ്. പക്ഷേ ഇതിൽ നിന്നാണ് സൗണ്ടുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള സൗണ്ടുകൾ പോകുക. പലതരത്തിലുള്ള കുറിച്ച കർത്താവിൻ്റെ രക്തം ശേഖരിക്കുന്ന മാലാഖമാർ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശവകുടീരം. പണ്ടത്തെ പള്ളിയുടെ അവശിഷ്ടങ്ങളൊന്നുമുണ്ട്. റൈറ്റ്സ് എല്ലാം അവിടെയാണ്. സ്ട്രേറ്റ് റോഡില് പള്ളിയുടെ അകത്ത് ഇങ്ങനെയൊക്കെ സ്നേഹം കാണിക്കാൻ പറ്റുമോ? അത് സിനിമ പോയത് സ്നേഹം കാണിക്കാനല്ല. ഇതെന്തത് കോട്ടയം. പണ്ട് ഇത്ര ഹൈറ്റ് കുറവിലായിരുന്നു ബിൽഡിങ്ങളൊക്കെ ആയിരുന്നു. ഇറങ്ങാനൊക്കെ പറ്റും. ഇറങ്ങണം, മുകളിൽ കയറാം. ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട് ഗൈസ്, കാണിച്ചു തരാം. പള്ളി ഇത് ഭൂപടം, മാപ്പ്, വുഡൻ മാപ്പ്. കാലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. കാലം അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽബെ റിവർ കാണാം. എൽബെ റിവർ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഒരു വലിയൊരു റിവറാണ്. അത് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് തുടങ്ങി ജർമ്മനിയിലൂടെ ഒഴുകി നോർത്ത് സീയിൽ അവസാനിക്കും. എൽബെ റിവറിലൂടെ ഒഴുകി പോകുന്നു. അപ്പോൾ ആൾക്കാർ നടക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. നാട്ടിൽ നമ്മുടെ ഭാരതപ്പുഴയുടെ സൈഡിലിരിക്കുന്ന പോലെ ഉണ്ട്. തീരെ അവിടെ ഇല്ലായിരുന്നേ. ഞാനവിടെ ചെറിയ മറ്റേ കവിതയൊക്കെ എഴുതിയത്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടല്ലോ. ആ പൂപ്പരാൻ ഭൂമിയെ പോണേ. ഓക്കെ, രണ്ടെണ്ണം. ആ പൂപ്പരാൻ ഭൂമിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ ചേട്ടൻ പണ്ടെടുത്ത് പിടിക്ക് ഗായ്സ്. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു ഗൈസ്. എനിക്ക് കൂടുതൽ കിട്ടി, റോസിന് കുറച്ചുള്ളൂ. ഒരു ഗ്യാപ്പ് കിട്ടി, അവിടെ കൊണ്ടുപോയി പടം വരച്ചോളൂ. ഈ എൽബെ പോണ വഴി മൊത്തം വരച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അതെ ചോദിച്ചിട്ടുണ്ട് എൽബെ. പക്ഷെ നമ്മുടെ സൈഡിൽ പോകണില്ല. നമുക്ക് മാക്സിമം ഇവിടെ നിന്ന് വരണം. ഇവിടെയാണ് നമ്മൾ നിൽക്കണം, മാഗ്ഡബുർഗ്. നമ്മൾ നേരത്തെ ഉണ്ടില്ലേ അവന്മാരുടെ സ്ഥലം, ഡെസാവും റോസ്ലാവും. അതെ നമ്മുടെ സ്ഥലം ലൂതർ സ്റ്റാർട്ട് വിറ്റൻബർഗ്. ഹാലുകളല്ല ഹാലുകൾ. റെസ്റ്റലിൻ്റെ മറ്റേ പള്ളി, ആ റെസ്റ്റലിൻ്റെ പള്ളി, ഇത് മാഗ്ഡബുർഗ് പള്ളി. അതെ മറ്റേ ഹാംബർഗ്. ഓരോ സ്ഥലത്തിൻ്റെ സമയമുള്ള. നൈജീരിയ ആണോ ഉദ്ദേശിച്ചത്? ആമസോണാസ്. ഓ ഗ്ലാസ്സിലാണല്ലേ. നടക്കുന്നില്ലേ? ധൈര്യമില്ല, പൊട്ടി എപ്പോൾ വേണമെങ്കിൽ പൊട്ടി താഴെ വിടാൻ കഴിയും. ധൈര്യമുള്ളവർ മാത്രം നടക്കുക. പണ്ടത്തെ റെയിൽ പാളാണ്. എല്ലായിടത്തും ഒട്ടിച്ചേക്കാം അല്ലേ? ലവ് ലോക്ക് സിസ്റ്റം നമ്മൾ വാങ്ങിക്കണം. കടകളിൽ നിന്ന് വാങ്ങിക്കണം. നമ്മുടെ പേര് എന്നിട്ട് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് ലോക്ക് ചെയ്തിട്ട് കീ എടുത്തിട്ട് പുഴയിലേക്ക് എറിയും. അപ്പോൾ അവരുടെ ലൈഫ് ലോങ് അവർ ഹാപ്പി ആയിരിക്കും. ഇതാണ് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ.
ഓ നശിപ്പിച്ചിട്ടേക്കാം. കാണാനൊന്നുമില്ല, പക്ഷെ നിറച്ച് വേസ്റ്റ് ഇട്ടേക്കാം. അപ്പൊ ഈ വഴിയെ കൂടെ ആര് നടക്കും? നമുക്ക് എല്ലാ വഴി ഞാൻ പറഞ്ഞില്ലേ ജർമ്മനിയുടെ മുക്കുമൂലയും കാണിക്കാന്ന്. അതെ, ജർമ്മനിയിലെ ജീവിതം കഷ്ടപ്പാടും ദുരിതമാണ് ഗൈസ്. കണ്ടില്ലേ, ഈ സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് ഞങ്ങള്. എടുക്കണം പൈൻ എടുത്തോ, ക്രിസ്മസിന് പെയിന്റ് എടുത്ത് നാട്ടിക്ക് വിടാം. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ മാഗ്ഡംബുർഗ് യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.